വചനം തിരുവചനം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ച് കൊള്ളണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, അതിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശ്വരേറ്റ സ്നേഹമുള്ള സഹോദരരെ, പഴയ നിയമത്തിൽ യേശയ്യായുടെ പുസ്തകം 24-ാമത്തെ അധ്യായത്തിൽ 4 മുതൽ 6 വരെയുള്ള തിരുവചനങ്ങൾ. കർത്താവിൻ്റേതാണ് ഈ വചനം. ഭൂമി ദുഃഖിച്ച് ക്ഷയിച്ചു പോകുന്നു, ലോകമാകെ വാടിക്കൊഴിയുന്നു. ആകാശം ഭൂമിയോടൊപ്പം വാടിപ്പോകുന്നു. ഭൂമി അതിലെ നിവാസികൾ നിമിത്തം അശുദ്ധമായി തീർന്നിരിക്കുന്നു. അവർ നിയമം ലംഘിക്കുകയും കൽപ്പനകളിൽ നിന്ന് വ്യതിചലിക്കുകയും അങ്ങനെ ശാശ്വതമായ ഉടമ്പടിക്ക് ഭംഗം വരുത്തുകയും ചെയ്തിരിക്കുന്നു. അതിനാൽ ശാപം ഭൂമിയെ വിഴുങ്ങുകയും ഭൂവാസികൾ തങ്ങളുടെ അകൃത്യത്തിൻ്റെ ശിക്ഷ അനുഭവിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് ഭൂമിയിലെ നിവാസികൾ ദഹിച്ചു തീരുന്നു, ചുരുക്കം പേര് മാത്രം അവശേഷിക്കുന്നു. യേശയ്യായിലൂടെ ദൈവം നൊമ്പരത്തോടുകൂടെ പങ്കുവെക്കുന്ന ഒരു വചനമാണ്. ആമുഖമായിട്ട് പ്രവാചകൻ എടുത്തു പറഞ്ഞിരിക്കുകയാണ്, കർത്താവിൻ്റേതാണ് ഈ വചനം. ഈ വചനം കേട്ടിട്ട് ആരും നെറ്റി ചുളിക്കണ്ട, സംശയം എടുക്കണ്ട. അതിൻ്റെ യാഥാർത്ഥ്യത്തിലേക്ക്, സത്യത്തിലേക്ക് ഉള്ളു ചേർത്താലും മതി. എന്താണ് ഈ വചനത്തിൻ്റെ യാഥാർത്ഥ്യത്തിന് പങ്കുവെക്കൽ? തമ്പുരാൻ്റെ നൊമ്പരം എന്താണ്? തമ്പുരാൻ പറയാണ്, ഭൂമി ദുഃഖിച്ച് ക്ഷയിച്ചു പോകുന്നു. അങ്ങനെ ദുഃഖിച്ച് ക്ഷയിച്ചു പോകാൻ വേണ്ടിയല്ല ദൈവം ഭൂമിയെ സൃഷ്ടിച്ചത്. അത് പറുദീസയായിട്ടാണ്. സകല സൗഭാഗ്യങ്ങളും സന്തോഷങ്ങളും എല്ലാം നിറഞ്ഞ് മുടിചോടി നിൽക്കുന്ന ഇടമായിട്ടാണ് ദൈവം ഭൂമിയെ രൂപകൽപ്പന ചെയ്ത് മനുഷ്യനെ അവിടെയാക്കിയത്. പക്ഷേ ഇപ്പോഴത് ദുഃഖിച്ച് ക്ഷയിച്ചു പോകുന്നു. ലോകമാകെ വാടിക്കൊഴിയുന്നു. വാടുക, കൊഴിയുക എന്നൊക്കെ പറയുന്നത് ഒരു സസ്യം, ഒരു മരം, നമ്മൾ പെട്ടെന്ന് മനസ്സിൽ വരുന്ന അങ്ങനെയാണല്ലോ. വാടിക്കൊഴിയുന്ന ഇലകളാണ്. വാടിക്കൊഴിയുന്നത് ആ വൃക്ഷത്തിന് കരുത്തോടെ നിൽക്കാൻ പറ്റാതെ വരുമ്പോഴാണ്, അതിനാവശ്യമുള്ള ജലം കിട്ടുന്നില്ല, പോഷണം കിട്ടുന്നില്ല, അങ്ങനെ വരുമ്പോഴാണ് വാടിക്കൊഴിയുക. ലോകമാകെ അങ്ങനത്തെ ഒരു അവസ്ഥ വന്നു ഭവിച്ചിരിക്കുന്നു എന്നിവിടെ പരിശുദ്ധാത്മാവ് യേശയ്യാ വഴി സൂചിപ്പിക്കുകയാണ്. അതെങ്ങനെ സംഭവിച്ചു? ഭൂമി അതിലെ നിവാസികൾ നിമിത്തം അശുദ്ധമായി തീർന്നിരിക്കുന്നു. ദൈവം ഇങ്ങനെ ക്രമീകരിച്ചതല്ല. ദൈവം ക്രമീകരിച്ചത് നമ്മൾ വേദി ശ്രദ്ധിച്ചിട്ടുണ്ട്. ഉൽപ്പത്തി പുസ്തകത്തിൽ 1-ാമത്തെ അധ്യായത്തിൽ ദൈവം ഈ പ്രപഞ്ചത്തെ ക്രമീകരിക്കുമ്പം 6 ദിവസങ്ങളിലൂടെ പൂർത്തിയാകുന്ന സൃഷ്ടിയുടെ വിവരണം നമ്മൾ മനോഹരമായിട്ട് ശ്രദ്ധിക്കുമ്പോൾ ഓരോ ദിവസവും എന്നോണം ദൈവം എടുത്തു പറയുന്നുണ്ട്, നന്നായിരിക്കുന്നു, നന്നായിരിക്കുന്നു. ആ 1-ാം അധ്യായത്തിൻ്റെ അവസാന വാക്യത്തിൽ പറയുകയാണ്, താൻ സൃഷ്ടിച്ചതെല്ലാം വളരെ നന്നായിരിക്കുന്ന ദൈവം കണ്ടു. അങ്ങനെ വളരെ നന്നായിരിക്കുന്നതായ ഈ പ്രപഞ്ചം, ഈ ഭൂമി ഇപ്പോൾ അശുദ്ധമായി തീർന്നിരിക്കുന്നു. എങ്ങനെ? നിവാസികൾ നിമിത്തമാണ്. തമ്പുരാൻ്റെ സൃഷ്ടിയുടെ വൈകല്യമല്ല, നിവാസികൾ നിമിത്തം. അവരെന്തു ചെയ്തു? അവർ നിയമം ലംഘിക്കുകയും കൽപ്പനകളിൽ നിന്ന് വ്യതിചലിക്കുകയും അങ്ങനെ ശാശ്വതമായ ഉടമ്പടിക്ക് ഭംഗം വരുത്തുകയും ചെയ്തു. ദൈവവുമായുള്ളൊരു ഉടമ്പടിയുണ്ട്, ആ ഉടമ്പടിക്ക് ഭംഗം വന്നു. ദൈവത്തിൻ്റെ വചനം അനുസരിച്ച് ജീവിക്കാനായിട്ട് അവർ ചുമതല ഏറ്റെടുത്തതാണ്. ആ വചനം മാറ്റിവെച്ചിട്ട് അവർ സർപ്പത്തിൻ്റെ വചനം, പിശാചിൻ്റെ സ്വരത്തിന് കാതോർത്ത് അങ്ങനെ പോയി. അങ്ങനെ കൽപ്പനകളിൽ നിന്ന് വ്യതിചലിച്ചു, ഉടമ്പടിക്ക് ഭംഗം വരുത്തി. അതിനാൽ വചനം കൃത്യമായിട്ട് കാര്യകാരണസ്ഥം പറയുകയാണ്, അതിനാൽ ശാപം ഭൂമിയെ വിഴുങ്ങുന്നു. നീ പാപം ചെയ്തതിനാൽ മണ്ണ് ശാപമുള്ളതായി, ശപിക്കപ്പെട്ടതായി തീർന്നു എന്ന് ഉൽപ്പത്തി 3:17 വാക്യം നമ്മൾ ഇത് ശ്രദ്ധിച്ചതാണ്. അതിൻ്റെ ഒരു മൂർധന്യാവസ്ഥ ആണ് ഇവിടെ പറയുന്നത്. ശാപം ഭൂമിയെ വിഴുങ്ങിയിരിക്കുകയാണ്. ശാപത്തിൽ പെടാത്തതായിട്ടൊന്നും ബാക്കിയില്ല. വിഴുങ്ങുക എന്ന് വെച്ചാൽ ഒരു പാമ്പ് ഒരു എലിയെ വിഴുങ്ങുമ്പോൾ പിന്നെ എലിയുടെ ഒന്നും പുറത്ത് കാണാനായിട്ടില്ല. അതുപോലെ മുഴുവൻ പാമ്പിൻ്റെ അകത്തായി പോവുകയാണ് എന്ന് പറഞ്ഞതുപോലെ ശാപം ഭൂമിയെ വിഴുങ്ങുകയാണ്. ഈ ഭൂമിയിലെ മണ്ണിൽ ശാപത്തിൽ പെടാത്തതായിട്ട്, ശാപത്തിൽ കുതിരാത്തതായിട്ട് ഒന്നുമില്ല. അങ്ങനത്തെ ഒരു അവസ്ഥ. ഇത് നമ്മളിങ്ങനെ വചനം വായിക്കുമ്പോൾ
ഇത് യാഥാർത്ഥ്യമാണോ? ഇതൊരു ആലങ്കാരിക പ്രയോഗമല്ലേ? പാപം വഴി മനുഷ്യവർഗത്തിന് വന്നു പോയ ഒരു മങ്ങൽ, ഒരു മൂടൽ, ഒരു സന്തോഷക്കുറവ്, ആനന്ദക്കുറവ്, ഒരു അഭിഷേകത്തിൻ്റെ ഒരു തിളക്കക്കുറവ്, അത്രയൊക്കെയല്ലേ ഉള്ളോ? ആയിരിക്കേണ്ട പോലെ ആയിരിക്കുന്നില്ല, മനുഷ്യൻ പൂർണ്ണനായിരിക്കുന്നില്ല, ദൈവം വെച്ച പോലെ മനുഷ്യൻ തെളിഞ്ഞായിരിക്കുന്നില്ല എന്നൊക്കെ സൂചിപ്പിക്കാൻ ചില ഉദാഹരണങ്ങളും ചില സാഹിത്യപരമായ ഇമേജറികളും ഒക്കെ ഉപയോഗിച്ചങ്ങ് പറയുന്നതല്ലേ ഉള്ളോ? അതിനപ്പുറം ഈ വാക്കുകൾക്ക് വലിയ പ്രാധാന്യം കൊടുക്കണമോ എന്ന് നമുക്ക് ചിന്ത വന്ന് പോകാം. പക്ഷേ നമ്മൾ അനുഭവത്തിലേക്ക് നോക്കുമ്പോഴും നമ്മുടെ വളരെ സിമ്പിളായിട്ടുള്ള യുക്തി വെച്ച് ചിന്തിക്കുമ്പോഴും വചനത്തിന് മൊത്തമുള്ള കാഴ്ചപ്പാട് പരിഗണിക്കുമ്പോഴും നമുക്കതിനങ്ങനെ അവഗണിക്കാനായിട്ട് പറ്റത്തില്ല. ഇവിടെ നമ്മൾ പറഞ്ഞിരിക്കുക രണ്ട് കാര്യങ്ങളാണ് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കുന്നത്. ഒന്ന്, പാപം വഴിയായിട്ട് മണ്ണിന് ശാപം വരുന്നു, നിവാസികളുടെ തിന്മ പ്രവൃത്തി വഴിയായിട്ട്. നമുക്ക് വേണ്ട വിചാരിക്കാം, മണ്ണിനല്ലേ പോരായ്മ വരുന്നുള്ളൂ. മനുഷ്യന് വരുന്ന പാപം മനുഷ്യൻ അനുദപിച്ചേറ്റു പറഞ്ഞ് ഇത് കുമ്പസാരിച്ചും മോചനം പ്രാപിച്ചൊക്കെ പോകാമല്ലോ. പിന്നെ മണ്ണിൻ്റെ കാര്യം അത് ശ്രദ്ധിക്കാൻ വല്ലതുണ്ടോ? മണ്ണ് എന്തുമാത്രം ഉണ്ട്. അങ്ങനെ പാപം സംഭവിക്കുന്നതെല്ലാം മണ്ണിന് എന്തെങ്കിലും അശുദ്ധി ശാപം വരുന്നുണ്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പുറകെ പോകാൻ ആരെക്കൊണ്ട് പറ്റും? ആർക്കാ നേരമുള്ളത്? എന്താ ചെയ്യാൻ സാധിക്കുക? അതങ്ങ് അവഗണിച്ചാൽ മതി, അവിടെ എന്തെങ്കിലും കിടക്കട്ടെ, നമ്മൾ നമ്മുടെ കാര്യം നോക്കി ജീവിച്ചാൽ പോരെ. ഇങ്ങനെയൊക്കെ ഉള്ള ചിന്ത വേണേ ഒരു വശത്ത് എടുക്കാൻ തോന്നും. പക്ഷേ അതങ്ങനെ അവഗണിച്ച് പോകാൻ പറ്റില്ല എന്നാണ് വചനത്തിൻ്റെ അടുത്ത ഭാഗം പറയുന്നത്. അതിനാൽ ശാപം ഭൂമിയെ വിഴുങ്ങുകയും, 6-ാം വാക്യം, ഭൂവാസികൾ തങ്ങളുടെ അകൃത്യത്തിൻ്റെ ശിക്ഷ അനുഭവിക്കുകയും ചെയ്യുന്നു. ഈ അകൃത്യത്തിൻ്റെ ശിക്ഷ എങ്ങനെ അനുഭവിക്കുന്നത്? പാപം ചെയ്യുമ്പോൾ ഉള്ളൊരു ശിക്ഷ. അതുകൊണ്ട് പർദീസിൽ നിന്ന് പുറത്തായി, ദൈവത്തിൻ്റെ മുമ്പിൽ വിചാരണ ചെയ്യപ്പെടാനുള്ള അവസ്ഥയായി. അങ്ങനെയൊക്കെ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ കയറി വരുന്നതായ സഹനങ്ങൾ, ഞെരുക്കങ്ങൾ, തമ്പുരാനിൽ നിന്ന് അകറ്റപ്പെടുന്ന അവസ്ഥ, തുവർത്തപുത്രം വീട്ടിൽ നിന്ന് പോയി പന്നിക്കൂട്ടി കിടന്ന് കഷ്ടപ്പെടേണ്ടി വരുന്ന പോലെ അങ്ങനത്തെയുള്ള അവസ്ഥകൾ, ഇതൊക്കെയല്ലേ പാപത്തിൻ്റെ ശിക്ഷ എന്ന് ചിന്തിക്കുമ്പോൾ അതെല്ലാം അവിടെയുണ്ട്. അതിനപ്പുറം അല്പം കൂടിയുണ്ട്. അതുകൊണ്ട് ഭൂമിയിലെ നിവാസികൾ ദഹിച്ചു തീരുന്നു, ചുരുക്കം പേര് മാത്രം അവശേഷിക്കുന്നു. അപ്പോൾ ഇവിടെ ഒരു 2 വേ പ്രോസസ്സാണ്. 2 ദിശയിലേക്ക് ഉള്ള തിന്മയുടെ പ്രവർത്തനം നടക്കുന്നതിനെക്കുറിച്ച് വചനം സൂചന നൽകുന്നു. ഏതാ 2 ദിശകൾ? ഒന്ന്, നിവാസികൾ അവരുടെ പ്രവൃത്തി വഴി ഈ മണ്ണിലേക്ക് ശാപത്തെ, അഴുക്കനെ പതിക്കുന്നു, അല്ല നിവേശിപ്പിക്കുന്നു, ഈ മണ്ണിനെ അഴുക്കുള്ളതായിട്ട് മാറ്റുന്നു. രണ്ടാമത്തെ ഘട്ടം, ഈ മണ്ണ് ശാപമേറ്റ് അഴുക്കുള്ളതായി മാറി, അനുഗ്രഹമില്ലാത്തതായിട്ട് മാറി, ദൈവിക ചൈതന്യമില്ലാത്തതായിട്ട് മാറി, ആ മണ്ണിൽ വസിക്കുന്ന മനുഷ്യൻ ഈ ശാപം തിരിച്ച് ഏക്കുക വഴി ദഹിച്ചു തീരുന്നു. അവന് പിടിച്ചു നിൽക്കാനായിട്ട് പറ്റുന്നില്ല, ചുരുക്കം പേര് മാത്രം അവശേഷിക്കുന്നു. ഇതേ അധ്യായം തന്നെ യെശയ്യാ 24 20-ാം വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു, ഭൂമി ഉന്മത്തനെ പോലെ ആടി ഉലയുന്നു, കുടില് പോലെ ഇളകിയാടുന്നു, അത് താങ്ങുന്ന അകൃത്യം അത്ര ഭാരമേറിയതാണ്, അത് വീഴുന്നു, ഇനി എഴുന്നേൽക്കാൻ പോലും പറ്റുകയില്ല. നമ്മൾ ഭൂമിയെക്കുറിച്ച് ഇങ്ങനെ ചിന്തിക്കുമ്പോൾ നമ്മൾ ഈ നാളുകളിൽ ഈ വേദിയിൽ സ്ഥലത്തിൻ്റെ വിശുദ്ധീകരണം, പിശാചിൻ്റെ സ്ഥലത്തിന് കിട്ടുന്ന അവകാശം, അതേക്കുറിച്ച് നമ്മൾ ചിന്തിച്ച് വരികയായിരുന്നു. അപ്പോൾ ജെറീക്കോ പ്രാർത്ഥന, അങ്ങനെയുള്ള ചില പ്രാർത്ഥനാ രീതികൾ പരമ്പരാഗതമായിട്ട് വിശുദ്ധ ഗ്രന്ഥ അധിഷ്ഠിതമായിട്ട് അനേകരും ഉപയോഗിച്ച് അവർക്ക് നൽകപ്പെട്ട വീടും പറമ്പും സ്ഥല സാഹചര്യങ്ങളൊക്കെ വിശുദ്ധീകരിക്കുന്ന ഒരു അനുഭവമുണ്ട് എന്ന് നമ്മൾ ചിന്തിക്കുകയായിരുന്നു. അതിനാഴങ്ങളിലേക്ക് നമ്മൾ നീങ്ങുകയാണ്. ഇവിടെ നമ്മൾ ചിന്തിക്കുമ്പോൾ ഭൂമിയെ ശാപം വിഴുങ്ങുന്നു, അതുകൊണ്ട് ഭൂമിയിലെ നിവാസികൾ ദഹിച്ചു തീരുന്നു ചിന്തിക്കുമ്പം നമ്മൾ ശ്രദ്ധിക്കുന്ന നമ്മുടെ വീടിനെക്കുറിച്ചാണ്. നമുക്ക് ഈ ഭൂമിയിൽ പാർക്കാൻ ദൈവം നൽകിയിരിക്കുന്നൊരു വീട്, നമ്മുടെ സ്വന്തമാകട്ടെ വാടകയ്ക്കാകട്ടെ, ആ വീട് അനുബന്ധിച്ച് നമുക്ക് അല്പം സ്ഥലം, പറമ്പ്, അധ്വാനിക്കുന്ന ഇടം, ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള തിന്മകൾ നമ്മളെ ദഹിപ്പിക്കുന്നുണ്ടോ, നമ്മളെ ഞെരുക്കുന്നുണ്ടോ, നമുക്ക് നിലനിൽക്കാൻ മേലാത്ത അവസ്ഥ ഉണ്ടാക്കുന്നുണ്ടോ? ഇങ്ങനെ ഒരു ചിന്ത. ഞാൻ ദൈവശാസ്ത്രത്തിൽ ഉപരിപഠനത്തിനായിട്ട് ബാംഗ്ലൂർ ചെന്നപ്പോൾ സെൻറ്റ് പീറ്റേഴ്സ് പൊന്റിഫിക്കൽ സെമിനാരിയിൽ 5 വർഷം PhD-ക്കായിട്ട് പഠിച്ചായിരിക്കുമ്പോൾ ഈ എക്സോസിസം, ഡീമനോളജി അല്ലെ സേറ്റനോളജി ഇതേക്കുറിച്ചെല്ലാം വായിച്ച് പഠിച്ച് നീങ്ങപ്പോൾ എൻ്റെ കയ്യിൽ ആ ലൈബ്രറിയിൽ നിന്ന് പെട്ട ഒരു പുസ്തകം, ഞാൻ അതിൻ്റെ ഒരു ഫോട്ടോസ്റ്റാറ്റ് ഇങ്ങനെ താല്പര്യം തോന്നുന്ന എടുത്ത് വെച്ചതാണ്. കോളിൻ വിൽസൺ എഴുതിയ മിസ്റ്ററീസ് എന്നൊരു പുസ്തകം. ഇത് വലിയ ആധികാരികമായ പുസ്തകമൊന്നും ആയതുകൊണ്ടല്ല, പക്ഷേ ഇതിനകത്ത് അവർ പരാമർശിക്കുന്ന ചില കാര്യങ്ങൾ, ചില അനുഭവങ്ങൾ എന്നെ പ്രത്യേകമായിട്ട് ആകർഷിച്ചു. ഇപ്പോൾ പങ്കുവെക്കുന്ന കാര്യങ്ങൾ ബന്ധപ്പെട്ട് ഈ പുസ്തകം 1978 ലണ്ടൻ, സിഡ്നി,
ഓക്ലാൻഡ്, ടൊറൻറ്റോ ഈ സ്ഥലങ്ങളിൽ നിന്നൊക്കെ ആയിട്ട് ഹോഡർ ആൻഡ് സ്റ്റോക്ടൺ പബ്ലിഷ് ചെയ്തിരിക്കുന്ന ഒരു പുസ്തകമാണ്. ഇതിൻ്റെ ഒരു രീതി, ഈ പുസ്തകത്തിൻ്റെ ഒരു ശൈലി, ആൻ ഇൻവെസ്റ്റിഗേഷൻ ഇൻ ടു ദ ഓക്കൾട്ട്, ദി പാരാനോർമൽ ആൻഡ് ദ സൂപ്പർ നാച്ചുറൽ. ഈ സൂപ്പർ നാച്ചുറൽ, ഒക്കൾട്ട്, പാരാനോർമൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ബന്ധപ്പെട്ട അനുഭവങ്ങൾ, അവസ്ഥകൾ, അതിനെ വളരെ സെക്കുലറായ സയൻറ്റിഫിക്കായ രീതിയിൽ സാധ്യമായിടത്തോളം സമീപിക്കാനും വിശകലനം ചെയ്യാനും പഠിക്കാനുമുള്ള ഒരു ശ്രമമാണ് നടത്തിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആത്മീയമായ രീതിയിലാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ വചനത്തിൻ്റെ വെളിച്ചത്തിലും ആത്മീയ അനുഭവങ്ങൾ വെച്ചിട്ടൊക്കെ നമ്മൾ ചിന്തിക്കുന്നത്. അതുകൊണ്ട് വ്യത്യസ്തമായ കാഴ്ചപ്പാട് ഇങ്ങനത്തെ കാര്യങ്ങളെ സമീപിക്കുന്നത് നമുക്ക് അല്പം താല്പര്യം അല്ലെങ്കിൽ ഉപകാരപ്പെടുന്നൊരു കാര്യമാണ് നമ്മുടെ ബൗദ്ധികമായ തലത്തിൽ ഒരു വ്യക്തത വരാൻ വേണ്ടിയിട്ട്. ഈ പുസ്തകത്തിനകത്ത് ഒരു ഡോക്ടർ റോബർട്ട് മോറിസ്, എ സൈക്കോളജിസ്റ്റ് അഫിലിയേറ്റഡ് വിത്ത് ദ സൈക്കിക്കൽ റിസർച്ച് ഫൗണ്ടേഷൻ ഓഫ് ഡർഹാം, നോർത്ത് കരോളിന, അദ്ദേഹം പങ്കുവെക്കുന്ന ഒരനുഭവം. ഈ റോബർട്ട് മോറിസ് അദ്ദേഹം ഏർപ്പെട്ട അല്ലെങ്കിൽ പരിശോധന നടത്തിയ ഒരു സംഭവം. ആ സംഭവം ഇങ്ങനെയാണ്. കെൻറ്റുക്കി എന്നുള്ള സ്ഥലത്ത്, അമേരിക്കയിലായിരിക്കുമല്ലോ, അവിടെയുള്ള ഒരു വീട്, ഒരു ഹോണ്ടഡ് ഹൗസ് എന്ന് പറഞ്ഞിരിക്കുകയാണ്. ബാധയുള്ള വീട്. അവിടെ ആൾപ്പാർപ്പില്ല, നാളുകളായിട്ട് ഉപേക്ഷിച്ച് കിടക്കുകയാണ്, കാട് പിടിച്ച് കിടക്കുകയാണ്. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ പാരാനോർമൽ ഒക്കട്ടുമായിട്ട് ബന്ധപ്പെട്ട സൂപ്പർ നാച്ചുറൽ. അതിൻ്റെ നാച്ചുറൽ എക്സ്പ്ലനേഷനൊക്കെ ഉണ്ടാവും ആത്മീയ തലത്തിൽ. ആൾക്കാർക്ക് നാടൻ എക്സ്പ്ലനേഷൻ, നാടൻ വിശദീകരണങ്ങൾ പറയാനുണ്ട്. അതിന് വ്യത്യസ്തമായിട്ട് ഇവർ ഇങ്ങനത്തെ കാര്യങ്ങൾ കാണുമ്പം അവരുടെ രീതിയിൽ ശാസ്ത്രീയമായിട്ട് അതിനെ പഠിക്കാൻ നോക്കുകയാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു വീട് അവർ കണ്ടപ്പോൾ അവിടെ അവർ ഒരു പരീക്ഷണം നടത്താനായിട്ട് ചെല്ലുകയാണ്. ഇവർ പരീക്ഷണം നടത്തി ചെല്ലുന്നത് 4 കൊച്ചു ജീവികളെ കൂട്ടിക്കൊണ്ടാണ്. ഒരു എലി, ഒരു പൂച്ച, ഒരു പട്ടി, ഒരു പാമ്പ്, റാറ്റിൽ സ്നേക്ക് എന്ന് പറഞ്ഞിരിക്കുകയാണ്. ഇങ്ങനെ 4 കൊച്ചു ജീവികളെ അവർ പ്രത്യേക മാനദണ്ഡങ്ങൾ വെച്ചായിരിക്കും അത് സെലക്ട് ചെയ്തു. ഇവയുമായിട്ട് ഇവർ ഈ പറഞ്ഞ വീട്ടിൽ എത്തി. അപ്പോൾ ആൾക്കാർ പറയുന്നത് ഈ വീടിൻ്റെ 2 മുറികൾ, വലിയൊരു കെട്ടിടമാണെന്ന് തോന്നുന്നു കണ്ടിട്ട് നമുക്ക് വായിച്ചു വരുമ്പോൾ, അതിൻ്റെ 2 മുറികളിൽ വെച്ച് എന്തോ വല്ലാത്ത ദുർസംഭവങ്ങൾ, ദുർമരണങ്ങൾ നടന്നിട്ടുണ്ട്. അങ്ങനെയുള്ള ആ മുറിയിൽ ഈ ദുർസംഭവങ്ങൾ നടന്നതിനെ തുടർന്നാണ് ഈ വീട്ടിൽ താമസിക്കാൻ മേലാത്ത അവസ്ഥയുണ്ടായത്. ആ സംഭവം ഉണ്ടാകാൻ ഉപകരണമായ വ്യക്തികൾ, കാരണക്കാരായ വ്യക്തികൾ അവിടെ വിറ്റിട്ട് പോയി. ഒരു വില കുറച്ച് വിറ്റു, കിട്ടിയ ആൾക്കാർ വാങ്ങിച്ചു. സൗകര്യമാണ്, കിട്ടിയോ, നല്ല വീടാണ്. താമസിക്കാൻ ആരംഭിച്ച പുരുഷൻ അവർക്ക് മനസ്സിലായി ഇവിടെ താമസിച്ചിട്ട് സുഖമാകുന്നില്ല, കാര്യങ്ങൾ മെച്ചമാകുന്നില്ല, പല രീതിയിലുള്ള അസൗകര്യങ്ങൾ, ബുദ്ധിമുട്ടുകൾ. അങ്ങനെ ഞെരുങ്ങി അവർ പിന്നെ അത് വിറ്റിട്ട് പോയി കിട്ടിയ വിലയ്ക്ക്. അതും ആൾക്കാർ ലാഭവിലയ്ക്ക് കിട്ടിയതുകൊണ്ട് ആരെങ്കിലും വാങ്ങിച്ചവർ താമസിക്കാൻ ആരംഭിച്ചപ്പോഴേക്കും അവർക്ക് മനസ്സിലായി ഇവിടെ താമസിക്കാൻ പറ്റത്തില്ല, ആകെപ്പാടെ അസ്വസ്ഥകളാണ്. അവർ വിൽക്കാൻ നോക്കിയപ്പം ഇത്രയുമായപ്പോഴേക്കും ഈ വീടിനെക്കുറിച്ചുള്ള ഈ കുപ്രസിദ്ധി അവിടെ ഇവിടെയൊക്കെ വന്നിട്ട് നാട്ടുകാരൊക്കെ പറയാൻ തുടങ്ങിയിട്ട് വിൽക്കാൻ പറ്റാതെ ഇട്ടിട്ട് പോയി. അങ്ങനെ കിടക്കുകയാണ് ഒരു ആളൊഴിഞ്ഞ വീട് അല്ലെങ്കിൽ ഹോണ്ടഡ് ഹൗസ്. അപ്പോൾ നാട്ടിൽ പറയുന്നത് ആ 2 മുറികളിൽ ആ പെരയ്ക്കകത്ത് ഇങ്ങനെയുള്ള ദുർമരണം സംഭവിച്ചിട്ടുണ്ട്, ആത്മഹത്യ, കൊലപാതകം എന്തെങ്കിലും. ഇതെല്ലാം ഇവർ കേട്ടു. ഈ 4 കൊച്ചു മൃഗങ്ങളുമായിട്ട്, ജീവികളുമായിട്ട് ഇവർ അങ്ങോട്ട് ചെല്ലുകയാണ്. ആ വീടിൻ്റെ പുറത്ത് ചെന്നിട്ട് ഈ മൃഗങ്ങളെ അവർ ഫ്രീ ആക്കി വിട്ടു. എന്നിട്ട് മൃഗങ്ങളെയും കൂട്ടിക്കൊണ്ട് അവർ ഒന്നും അറിയാത്ത പോലെ ഈ കെട്ടിടത്തിനകത്തേക്ക് കയറുന്നു. ഈ വരാന്തയിലൂടെ ചെന്ന് അപ്പുറത്ത് ചെന്ന് ഒരു മുറിക്കകത്ത് കയറി, അപ്പുറത്തെ മുറിക്കകത്ത് കയറി, ഇങ്ങനെ വന്ന് ഈ പ്രത്യേകം പരാമർശിക്കപ്പെടുന്ന 2 മുറികളിലേക്ക് വരികയാണ്. ഇവർ പറഞ്ഞിരിക്കുകയാണ് ഇവിടെ ഈ മുറിയിലേക്ക് ഈ പറഞ്ഞ ദുർമരണങ്ങൾ സംഭവിച്ചതായിട്ട് കരുതപ്പെടുന്ന ഈ മുറിയിലേക്ക് പ്രവേശിക്കാൻ വന്നപ്പോൾ ഇവർ കൂടായിട്ടങ്ങ് ചവിട്ടി കയറി, നടന്ന് കയറി, കാല് വെച്ച് കയറി. പക്ഷേ കൂടെ വന്നിരുന്ന മൃഗങ്ങൾ ചില ഭാവവ്യത്യാസങ്ങൾ വരാൻ തുടങ്ങി. എന്താ ഭാവവ്യത്യാസം? ഈ കൂടത്തിൽ വന്നിരുന്ന ഈ പട്ടി, അതുവരെ കൂളായിട്ട് നടന്നിരുന്ന പട്ടി ഈ മുറിയിലേക്ക് വന്നപ്പോഴേക്കും പെട്ടെന്ന് മുരളാൻ തുടങ്ങുന്നു. അവന് അമ്പരപ്പോടെ അല്ലെങ്കിൽ ഭയത്തോടെ നോക്കിയിട്ട് ഇങ്ങനെ കുരയ്ക്കാൻ തുടങ്ങുന്നു. അവനിങ്ങനെ മുന്നോട്ട് വരാൻ തയ്യാറാകാതെ ബലം പിടിച്ച് പുറകോട്ട് നിൽക്കുകയാണ്. അവനെ ഉന്തി കയറ്റാൻ നോക്കി, വലിച്ചു കയറ്റാൻ നോക്കി, പട്ടിയെ മുറിക്കകത്ത് കയറത്തില്ല. അപ്പോൾ അവരത് നോട്ട് ചെയ്തു. രണ്ടാമത്തെ പൂച്ച അവർ പറയുന്നത് കയ്യിലെടുത്തുകൊണ്ട് അവർ വന്നു, ഒരാളുടെ കയ്യിലാണ്. ഈ മുറിയിലേക്ക് ആൾ കയറിയപ്പോഴേക്കും പൂച്ച പെട്ടെന്ന് ഭാവം മാറി, അത് ഈ വ്യക്തി തോളത്തേക്ക് ചാടി കയറി. എന്നിട്ട് പ്രത്യേക ചേഷ്ട കാണിച്ചു അല്പസമയം തോളത്തിരുന്നിട്ട് എടുത്ത് ചാടി ഇറങ്ങി അപ്പുറത്ത് ഒരു കസേരയിൽ പോയി പമ്മി ഇരിക്കാൻ തുടങ്ങി. മൂന്നാമത്തെ ജീവി എലി. ഈ എലി ഒരു ഭാവവ്യത്യാസം കാണിച്ചില്ല. അത് മുറിക്കകത്തോടെ കയറി മണത്ത് ചുറ്റി അങ്ങ് നടന്നു. അവരത് നോട്ട് ചെയ്തു. വീണ്ടും ഈ റാറ്റിൽ സ്നേഹിക്കെന്ന് പറയുന്ന ഒരു പാമ്പ്,
ഒരു കൂട്ടിനകത്തായിരിക്കും കൊണ്ടുവന്നിരിക്കുന്നത്. ഈ പാമ്പ് സ്വസ്ഥമായിട്ട് എൻ്റെ കൂട്ടിനകത്തായിരിക്കുന്നു. അവരെ കൂടുമായിട്ട് മുറിക്കകത്തോട്ട് കയറുമ്പോഴേക്കും പെട്ടെന്ന് പാമ്പ് എണീറ്റു ഉണർന്നു. എന്നിട്ട് ഒരു ഭയത്തോടുകൂടെ ആക്രമണ ഭാവത്തിൽ ഇങ്ങനെ ഹിസ്സിങ് സൗണ്ട് കാണിച്ചുകൊണ്ട് ഇങ്ങനെ ഭയത്തോട് നിൽക്കുന്നൊരവസ്ഥ അവർ ശ്രദ്ധിക്കുകയുണ്ടായി. എന്നിട്ട് അവരെടുത്തു പറഞ്ഞിരിക്കുകയാണ്, നൺ ഓഫ് ദി ക്രീച്ചേഴ്സ് ഷോഡ് എനി റിയാക്ഷൻ വെൻ ടേക്കൺ ഇൻ ടു റൂംസ് വെർ നോ ട്രാജഡി ഹാഡ് ഒക്കേഡ്. ഈ നാട്ടുകാർ പറയുന്ന അപകടം, ദുർമരണം, ദുർസംഭവങ്ങൾ നടന്നെന്ന് പറഞ്ഞ് ഈ 2 മുറികൾ ഒഴികെ മറ്റു മുറികളിൽ ചെന്നപ്പോൾ ഈ 4 കൊച്ചു ജീവികൾ ഒരു ഭാവവ്യത്യാസവും കാണിച്ചില്ല. ഇത് എന്തെങ്കിലും ഒരു ആധികാരിക കാര്യമായിട്ട് പങ്കുവെക്കാൻ വേണ്ടിയല്ല ഞാൻ നിൽക്കുന്നത്. പക്ഷേ ഞാൻ വചനത്തിൽ കണ്ടതും അതേപോലെ ശുശ്രൂഷയിൽ പലപ്പോഴും കണ്ടതുമായ ചില കാര്യങ്ങളൊക്കെ ഉള്ള ഒരു നല്ലൊരു ബുദ്ധിക്ക് തിരിയുന്ന ഒരു വ്യാഖ്യാനം, ഒരു വിശദീകരണം ഇവരുടെ ഈ പങ്കുവെക്കലിൽ എനിക്ക് ശ്രദ്ധിക്കാൻ സാധിച്ചു. ഈ ഒരു അനുഭവം ഇങ്ങനെ പറഞ്ഞിട്ട് അവർ ഈ പുസ്തകത്തിൻ്റെ ഗ്രന്ഥകർത്താവ് എഡ്വേർഡ് റസ്സൽ എന്ന ഗ്രന്ഥകാരൻ എഴുതിയ ഡിസൈൻ ഫോർ ഡെസ്റ്റിനി എന്നൊരു പുസ്തകത്തെ സൂചിപ്പിച്ചിട്ട് അതിനകത്ത് ഈ എഡ്വേർഡ് റസ്സൽ പറയുന്നതായ ഒരു ആശയം എടുത്ത് ഈ വീടിൻ്റെ അവസ്ഥയെ വിശദീകരിക്കാൻ നോക്കുകയാണ്. അദ്ദേഹം പറയുന്നൊരു ആശയം ഇതാണ്: ഒരു കടുകട്ടിയായ സംഭവം, അത് നന്മയുടേതാകട്ടെ തിന്മയുടേതാകട്ടെ, ഒരു വീട്ടിൽ, സ്ഥലത്ത്, മുറിയിൽ സംഭവിക്കുമ്പോൾ അതിൻ്റേതായ തരംഗങ്ങൾ ആ വീടിൻ്റെ ഭിത്തികളിന്മേലും കല്ലിന്മേലും തറയിലും ഒക്കെ പതിയുന്നു. നമുക്കറിയാം, ഒരു ദുർസംഭവം ഉണ്ടായാൽ, നല്ല സംഭവം ഉണ്ടായാൽ അത് കാണുകയും കേൾക്കുകയും ചെയ്ത് അവിടെ ഉള്ള ആൾക്കാരിലെല്ലാം അതിൻ്റെ സ്വാധീനം വരുന്നുണ്ട്. അവിടെ മനസ്സിൽ പതിയുന്നുണ്ട്. ഒരു ഭീകര സംഭവം നടന്നാൽ ഹൊറർ വന്നിട്ട് അരണ്ടു പോകും. ആൾക്കാർ വല്ലാണ്ടാകും, മുഖമെല്ലാം മാറി, കണ്ണെല്ലാം തള്ളി, ചില ബോധം കിട്ടി വീഴാൻ മാത്രം അതിൻ്റെ സ്വാധീനം ഒരു വ്യക്തിയുടെ ഇന്ദ്രിയങ്ങളിലൂടെ ബുദ്ധിയുടെ മേലും മനസ്സിൻ്റെ മേലും പതിഞ്ഞ് ആൾക്കാർ അങ്ങനെ അതിനകത്ത് കുതിരുന്നത് അല്ലെങ്കിൽ വീണുപോകുന്നത് നമുക്കറിയാൻ പറ്റും. മനോഹരമായ സംഭവം നടന്നു കഴിഞ്ഞാൽ അതിൻ്റെ സന്തോഷവും എക്സൈറ്റ്മെൻറ്റും ആവേശം കൊണ്ട് ആൾക്കാർ നിറയുന്നതും കുതിരുന്നതും കാണാൻ പറ്റും. ഇത് ബുദ്ധിയും ബോധമുള്ള മനുഷ്യന് മാത്രമേ ഉള്ളൂ. ഇവർ പറയുകയാണ് അങ്ങനെയല്ല. ബുദ്ധിയും ബോധമുള്ള മനുഷ്യന് മാത്രമല്ല, അതിനും അപ്പുറമുള്ള ഈ അചേതനങ്ങളെന്ന് വിചാരിക്കുന്നതായ കല്ല്, ഭിത്തി, മണ്ണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളിലും ഇത് പതിയുന്നുണ്ട് ഒരു സംഭവം നടക്കുമ്പോൾ. ഇതിനകത്ത് അവർ പറയുന്നൊരു പേര്, എഡ്വേർഡ് റസ്സൽ പറയുന്നൊരു പേര് തോട്ട് ഫീൽഡ്, ചുരുക്കത്തിൽ ടി ഫീൽഡ് എന്ന് പറഞ്ഞിരിക്കുകയാണ്. ടി ഫീൽഡ്, അവിടെ തന്നെ സംഭവത്തിൻ്റെതായ ഒരു തോട്ട് ഫീൽഡ് ഈ വസ്തുക്കളിൽ പതിയുന്നു. അവരിങ്ങനെ എഴുതിയിരിക്കുകയാണ്, വൺ ഓഫ് ദി കോമണസ്റ്റ് ഫോംസ് ഓഫ് ദി ഫെനോമിനൻ ഓഫ് ടി ഫീൽഡ് ആർ ദി തോട്ട്സ് ഓഫ് ഹൊറർ or despair getting imprinted on the structure of a building in which some murder or tragedy has taken place. These powerful thoughts seem to saturate the building materials and to last indefinitely. അത് ഈ ഒരു ഹൊറർ സംഭവം നടക്കുമ്പോൾ അതിൻ്റെ ഈ തരംഗങ്ങൾ ഈ വസ്തുക്കളിൽ പതിഞ്ഞിട്ട് അത് കാലാകാലം അവിടെ നിലനിൽക്കുകയാണ്, എന്നിട്ട് തിരിച്ച് പ്രസരിക്കുകയാണ്. ഇങ്ങനത്തെ ഒരവസ്ഥ. ഇത് പറഞ്ഞിട്ട് അദ്ദേഹം പറയുകയാണ്, Russell also adds the interesting observation that this is the basis of the ancient custom of blessing material objects or putting curses on them. ഒരു ഭൗതിക കാഴ്ചപ്പാടിലാണ് ഈ പുസ്തകം സൂചിപ്പിച്ചു. അതുകൊണ്ട് ഇവർ മതാലുമക സമപാര ആത്മീയ വാക്കുകളൊന്നും ഉപയോഗിക്കുന്നില്ല. പഴയൊരു പാരമ്പര്യം ഉണ്ടല്ലോ സമൂഹത്തിൽ, വെഞ്ചിരിക്കുന്നു, ആശീർവദിക്കുന്നു, അല്ലെങ്കിൽ ചില വസ്തുക്കളുടെ മേലെ ശാപം പതിക്കുന്നു, മന്ത്രവാദവും കൂടോത്രവും കേഴ്സസ് ഓതിക്കൊടുത്തിട്ട് തിന്മ പതിക്കുന്നു. ഇങ്ങനെയൊക്കെയുള്ള ചില രീതികൾ സമൂഹത്തിൽ നൂറ്റാണ്ടുകളായിട്ടുണ്ട്. അവയുടെ പിന്നിലുള്ള തത്വം ഇതായിരിക്കണം. ആശീർവദിച്ചുകൊണ്ട് പറയുമ്പോൾ ആശീർവാദം പതിയുന്നു, ശപിച്ചുകൊണ്ട് തിന്മ പറയുമ്പോൾ തിന്മ പതിയുന്നു ആ വസ്തുക്കളിൽ. അത് ആശീർവദിക്കപ്പെട്ടതായിട്ടില്ലെങ്കിൽ തിന്മയുള്ളതായിട്ട് മാറുന്നു എന്നിവർ സൂചിപ്പിച്ചിരിക്കുകയാണ്. ഇത് ഞാനിങ്ങനെ ഈ വേദിയിൽ പങ്കുവെക്കുമ്പോൾ ചിലപ്പോൾ കേൾക്കുന്ന നിങ്ങൾ ചിലപ്പോൾ ചിന്തിച്ചേക്കും, അച്ഛൻ ഇത് ഈ വചനം പങ്കുവെക്കലിനകത്ത് ഉദ്ധരിക്കാൻ മാത്രം പ്രസക്തമായ കാര്യമാണോ? നമ്മൾ ഈ കഴിഞ്ഞ സെഷനുകളിൽ ഈ വേദിയിൽ തന്നെ പങ്കുവെച്ചപ്പോൾ വസ്തുക്കളിൽ പതിയുന്ന ദൈവശക്തിയെക്കുറിച്ച് ചിന്തിക്കുകയുണ്ടായി. ഏലീഷായുടെ അസ്ഥി നമ്മൾ കണ്ടതാണ്. ആ അസ്ഥിയിൽ ഏലീഷായിലുണ്ടായിരുന്ന അഭിഷേകത്തിൻ്റെ ഇരട്ടി പങ്ക് പതിഞ്ഞ് കടന്നിരുന്നു. അദ്ദേഹം മരിച്ച് കടന്നുപോയി കഴിഞ്ഞിട്ടും ആ അസ്ഥിയിൽ നിന്ന് ഈ ശക്തി പ്രസരിക്കുകയാണ്. 2 രാജാക്കന്മാർ 13-20 വാക്യം. ആ അസ്ഥിയെ തൊട്ട ഒരു ശവശരീരം ജീവൻ പ്രാപിച്ച് എണീറ്റ് നിൽക്കുന്നതായിട്ട് കണ്ടു. മറുവശം നമ്മൾ കാണുകയുണ്ടായി കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ വേദിയിൽ പൗലോസ് അപ്പോസ്തലന്റെ ശരീരസ്പർശനമേറ്റ തുവാല തങ്കവസ്ത്രങ്ങൾ, അവയിൽ ശക്തി പതിഞ്ഞു കിടക്കുകയാണ്. അത് പൗലോസ് അപ്പോസ്തലൻ്റെ പക്കൽ നിന്ന് ആൾക്കാർ എടുത്തുകൊണ്ട് പോയി ദൂരെയുള്ള അവരുടെ വീടുകൾ ഉപയോഗിക്കുന്നു. രോഗികളുടെ പക്കൽ കൊണ്ടുവരുമ്പോൾ രോഗി മാറുന്നു,
പിശാചുക്കൾ ഉള്ള ആൾക്കാർ മക്കൾ കൊണ്ടുവരുമ്പോൾ പിശാചുക്കൾ വിട്ടുപോകുന്നു. അപ്പോഴിത് പൗലോസ് അപ്പോസ്തലൻ അവിടെ ചെന്നിട്ട് ആശീർവദിക്കുന്നതല്ല, അപ്പോസ്തലൻ അറിയുന്ന പോലുമില്ല, എന്നിട്ട് ശക്തി നിൽക്കുകയാണ്. ഇതാണ് തിരുശേഷിപ്പിൻ്റെ ഒരു അന്തര അനുഭവം. ഈശോയുടെ വസ്ത്രത്തിൻ്റെ വിളിമ്പിലെ കാര്യമൊക്കെ നമ്മൾ അറിഞ്ഞതാണ്. അപ്പോസ്തല പ്രവർത്തനം 5 പത്രോസിൻ്റെയും യോഹന്നാൻ്റെയും നെഴൽ വീഴും പോലും ആ നെഴലിൽ പോലും ശക്തി നിൽക്കുന്നതായിട്ട്, ആ വീഴുന്ന മണ്ണിൽ ആ നെഴൽ വീഴുന്നിടത്ത് നിൽക്കുന്ന വ്യക്തിയിലുള്ള രോഗം മാറുന്നു. അങ്ങനെ പോലും നമ്മൾ ബൈബിൾ വായിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ പുറകിൽ ഒരു വ്യക്തിയുടെ മനസ്സിൽ നിന്ന് അറിഞ്ഞ് പറഞ്ഞ് ആഗ്രഹിച്ച് തീരുമാനിച്ച് ഉള്ള ഒരു ആത്മീയ കരുത്ത് പകരുന്ന അനുഭവത്തിന് പുറമെ അതിനും അപ്പുറം വസ്തുക്കളിൽ പതിഞ്ഞു കിടക്കുന്ന ആത്മീയ ശക്തി ആ വസ്തുക്കളിൽ നിന്നും ഏതെങ്കിലും വ്യക്തിയുടെ അറിവോ സമ്മതമോ സഹകരണമോ ഇല്ലാതെ തന്നെ പ്രസരിക്കുന്ന ഒരവസ്ഥ, അത് നമ്മളിവിടെ ശ്രദ്ധിക്കുകയാണ്. നമുക്ക് നിഷേധിക്കാനായിട്ട് പറ്റുന്നില്ല. സെക്കുലറായിട്ട് ചിന്തിക്കുന്ന പലരും പറയുന്ന ഒരു ടെർമിനോളജി ആണല്ലോ പോസിറ്റീവ് എനർജി, നെഗറ്റീവ് എനർജി. നമ്മളതും ഈ കഴിഞ്ഞ സെഷനിൽ ഇവിടെ ചിന്തിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനൊക്കെ ഈ പറഞ്ഞ അനുഭവത്തിനുള്ള ഒരു പ്രത്യേക വിശദീകരണമാണ് ഈ പുസ്തകത്തിൽ ഈ ഗ്രന്ഥകാരന്മാർ നൽകുന്നത് എന്നെനിക്ക് തോന്നുകയാണ്. അപ്പോൾ നമ്മൾ ആ രീതി ചിന്തിക്കുമ്പോൾ ഒരു സ്ഥലത്ത് സംഭവിക്കുന്ന കാര്യങ്ങൾ ആ സ്ഥലത്തിൽ പതിയുന്നു, അതവിടെ നിലനിൽക്കുന്നു. നന്മയുടേതാണെങ്കിൽ നന്മയുടെ സ്വാധീനം കൊടുക്കുന്നു, തിന്മയുടെ സംഭവമാണെങ്കിൽ തിന്മയുടെ സ്വാധീനം കൊടുക്കുന്നു. അങ്ങനെയല്ലേ വിശുദ്ധ സ്ഥലങ്ങളുണ്ടാകുന്നത്? അൽഫോൻസാമ്മ കിടന്ന കട്ടിൽ പെരുമാറിയ മുറി, അൽഫോൻസാമ്മ നിരന്തരം പ്രാർത്ഥിച്ചും സഹനം കുരിശോടെടുത്ത് കാഴ്ചവെച്ചും ആ മുറിയിൽ വർഷങ്ങൾ ജീവിച്ചപ്പോൾ അൽഫോൻസാമ്മയിൽ ആ നിറഞ്ഞ ഈ ചൈതന്യവും അൽഫോൻസാമ്മയുടെ പ്രവൃത്തികളും വാക്കുകളും വഴി അവിടെ പ്രസരിച്ചതായ ഒരു ചൈതന്യം അത് ആ മുറിയുടെ ഭിത്തികളിൽ പതിഞ്ഞു, ആ കട്ടിൽ പതിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് എന്താ, ആ മുറി ഇന്നൊരു തീർത്ഥാടന സ്ഥലമാണ്. ആ മുറിയിൽ ചെല്ലുന്ന വ്യക്തികളിലേക്ക് ഈ ശക്തി തിരിച്ചൊഴുകുകയാണ്, അതിൻ്റെ കരുത്ത് അനുഭവിക്കാൻ പറ്റുകയാണ്. എല്ലാ തീർത്ഥാടന സ്ഥലങ്ങളും ഇങ്ങനെ ഏതെങ്കിലും വിശുദ്ധ വ്യക്തികൾ വഴി വിശുദ്ധീകരിക്കപ്പെട്ടതല്ലേ? നമ്മൾ കഴിഞ്ഞ ഈ വേദിയിൽ നമ്മൾ നേരത്തെ ചിന്തിക്കുകയുണ്ടായി. റോമാലേഖനത്തിൻ്റെ 8-ാമത്തെ അധ്യായത്തിൽ 18-19 തിരുവചനങ്ങളിൽ സൃഷ്ടപ്രപഞ്ചം വ്യർത്ഥതയ്ക്ക് അടിപ്പെട്ട് ഈറ്റുനോവ് അനുഭവിച്ച് കാത്തിരിക്കുകയാണ് ദൈവമക്കൾ വെളിപ്പെടാൻ എന്നൊരു ചിന്ത നമ്മൾ കാണുകയുണ്ടായി. ദൈവമക്കൾ വളരെ തിയോളജിക്കലായിട്ടുള്ള ദൈവശാസ്ത്രപരമായ പങ്കുവെക്കലാണത്. ഒരു പ്രത്യേക സൂചനയൊന്നും കൊടുക്കാതെയുള്ളൊരു പരാമർശമായിട്ട് നമുക്ക് തോന്നുന്നത്. പക്ഷേ അതിൻ്റെ സൂചന നമുക്കറിയാം. ഈ സൃഷ്ടപ്രപഞ്ചത്തിൻ്റെ വ്യർത്ഥത പാപം വഴി വന്നതാണ്. ആദ്യ മനുഷ്യൻ്റെ പാപം വഴി വന്ന വ്യർത്ഥത, പിശാചിന് കിട്ടിയ അവകാശം, അതിൻ്റെ കീഴിൽ ഞെരുങ്ങുകയാണത്. അത് ഈ സൃഷ്ടപ്രപഞ്ചമാകെ കാത്തിരിക്കുകയാണ് ദൈവമക്കൾ വെളിപ്പെടാൻ. ദൈവമക്കൾ വെളിപ്പെട്ടാൽ എന്താ സംഭവിക്കുന്നത്? ഇതേ ഭരണങ്ങാനത്ത് ഒരു ദൈവമകൾ വെളിപ്പെട്ടു, ഒല്ലൂർ ഒരു ദൈവമകൾ വെളിപ്പെട്ടു, അല്ല മാന്നാനത്ത് അല്ലെങ്കിൽ കുഴിക്കാട്ടുശ്ശേരിയിൽ ഒരു മകൾ വെളിപ്പെടുകയാണ്. അങ്ങനെ വെളിപ്പെട്ടപ്പോൾ അവരുടെ ശരീരമായി തീർന്ന സൃഷ്ടപ്രപഞ്ചത്തിൻ്റെ ഈ മണ്ണ്, ആ മണ്ണ് സകല വ്യർത്ഥതയിൽ നിന്ന് വിടുതൽ പ്രാപിച്ചു, സകല പൈശാചിക സ്വാധീനങ്ങളിൽ നിന്നും ശാപത്തിൽ നിന്ന് വിടുതൽ പ്രാപിച്ചു. ആ ശരീരത്തിൻ്റെ ഓരോ കോശം, ഓരോ തരിയും വിശുദ്ധമായിട്ട് തീർന്നു. ദൈവത്തിൻ്റെ ശക്തി നിറഞ്ഞു നിൽക്കുകയാണ്. അവർ മരിച്ച് കടന്നുപോയി കഴിഞ്ഞിട്ട് പോലും. അത് ഏകീരയുടെ തിരുശേഷിപ്പം നമ്മൾ ഈ വേദി കണ്ടിട്ടുണ്ട്. അവർ നിരന്തരം ഇടപെട്ട വസ്തുക്കളിലേക്ക് പോലും അതേ ശക്തി ഒഴുകി വന്നിട്ട് അത് വിശുദ്ധീകരിക്കപ്പെട്ടു. ബി ഗ്രേഡ് ഈ വസ്തുക്കളുമായിട്ട് സമ്പർക്കം വഴി വിശുദ്ധീകരിക്കപ്പെടാൻ ഇടവന്ന മറ്റ് സി ഗ്രേഡിലുള്ള തിരുശേഷിപ്പുകൾ നമ്മൾ ചിന്തിക്കുകയുണ്ടായി. അങ്ങനെ ഒരു വലിയ വിശുദ്ധീകരണത്തിൻ്റെ അനുഭവം ഒരു ദൈവമകനോ ഒരു ദൈവമകളോ വെളിപ്പെടുക വഴിയായിട്ട് ഒരു സ്ഥലത്ത് ഒരു ഭവനത്തിന് കുറേ പദാർത്ഥങ്ങൾക്ക് ലഭിക്കുന്നു. ഇത് തമ്പുരാൻ്റെ വിടുതൽ സ്പർശനം സ്വന്തമാക്കുന്നതാണ്. മറുവശത്ത് തിന്മയുടെ സംഭവങ്ങൾ നടക്കുമ്പോൾ യുദാസ് തൂങ്ങി കെട്ടിഞ്ഞാന്ന് ചത്തു, ഉദരം പുളർന്ന് കുടൽമാല പുറത്ത് വീണ് ആ മണ്ണിൽ വീണു. അതേപ്പറ്റി പത്രസപസ്തരം പറയുകയാണ്, അവിടെ ആരും വസിക്കാതിരിക്കട്ടെ, ആ ഭവനം ശൂന്യമായിട്ട് തീരട്ടെ, അവിടെ പൈശാചിക ശക്തിയാണ് നിറഞ്ഞു നിൽക്കുന്നത്. അപ്പോൾ ഇങ്ങനെ രണ്ട് തരത്തിലുള്ള ഈ ഒരു അനുഭവത്തിൻ്റെ പുറകിൽ ഇങ്ങനെ ഇംപ്രിൻ്റ് ചെയ്യപ്പെടുന്ന ഒരു അനുഭവത്തെക്കുറിച്ച്, ഒരു സാധ്യതയെക്കുറിച്ച് നമുക്കൊരു അവബോധം ആവശ്യമുണ്ട്. നമ്മൾ ചിന്തിക്കുന്നത് എന്തെങ്കിലും വലിയ കാര്യങ്ങൾ തലയ്ക്കകത്ത് കയറ്റി, ചില വേണ്ടാത്ത കാര്യം തലയ്ക്കകത്ത് കയറ്റി വെച്ചിട്ട് ഭാരപ്പെടാനല്ല. നമുക്കൊണ്ടൊരു വീട്, നമുക്കൊണ്ടൊരു ചില പറമ്പ് മണ്ണ്, അവിടെ പതിഞ്ഞിക്കിടക്കുന്ന ശക്തികൾ അല്ലെങ്കിൽ ആത്മീയ തരംഗങ്ങൾ എന്തിൻ്റെയാണ് ഇത് നമ്മൾ അറിയണം. നമ്മുടെ സാന്നിധ്യം വഴി, നമ്മുടെ പ്രവർത്തനങ്ങൾ വഴി എൻ്റെ വീട്ടിൽ, അതിൻ്റെ ഉൾമുറികളിൽ, വരാന്ത മുറ്റം പരിസരം, എൻ്റെ പറമ്പിൽ പതിയുന്ന പവർ ഏതിൻ്റെയാണ്? പരിശുദ്ധാത്മാവിൻ്റെതാണോ
പൈശാചികതയാണ്. ഇനി ഞാൻ എൻ്റെ ആ വീട്ടു പറമ്പിലേക്ക് കയറി താമസം ആരംഭിക്കുന്നതിന് മുമ്പ് അവിടെ മറ്റുള്ളവർ പെരുമാറിയിട്ടുണ്ടായിരിക്കാം. അവർ വഴി ആ വീട്ടിൽ പതിഞ്ഞു കിടക്കുന്നതായ പവർ എന്തിൻ്റെയാണ്? പരിശുദ്ധാത്മാവിൻ്റെതാണോ പൈശാചിക ആത്മാവിൻ്റെതാണോ? ഇത് നമ്മൾ തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. നമുക്ക് തിന്മയുടെ സകല സ്വാധീനങ്ങളെയും തിരിച്ചറിഞ്ഞില്ലെങ്കിൽ പോലും തമ്പുരാൻ്റെ ശക്തി അതിലേക്ക് ഇറക്കിക്കൊണ്ട് വരിക വഴിയായിട്ട് മറികടന്ന് അതിനെ ദൂരീകരിച്ച് വിശുദ്ധീകരിച്ചെടുക്കാനുള്ള വലിയൊരു ഉത്തരവാദിത്വം നമുക്കുണ്ട്. നമ്മൾ സഭയുടെ വെഞ്ചരിപ്പെല്ലാം ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ജെറിക്കോ പ്രാർത്ഥന വഴി പ്രത്യേകമായിട്ട് ഇതിനു വേണ്ടിയുള്ള പരിശ്രമമാണ് നമ്മൾ അനേകർ ചെയ്യാനായിട്ട് ഇട വന്നിട്ടുള്ളത്. യോശുവ 6 പശ്ചാത്തലത്തിൽ നമ്മളതേക്കുറിച്ച് നമ്മൾ ഈ ദിവസങ്ങളിൽ കൂടി ചിന്തിക്കുകയാണ്. ഇപ്പോൾ നമുക്ക് ഈ വിചിന്തനം തിരുസന്നിധിയിൽ ഉപസംഹരിച്ചുകൊണ്ട് ഒരു നിമിഷം പ്രാർത്ഥനയ്ക്കായിട്ടുള്ള ഞങ്ങളെ തുറക്കാം. കർത്താവായ ഈശോയെ, അങ്ങയുടെ രക്ഷാകര സംഭവം ദൈവരാജ്യ ശുശ്രൂഷ അതിൽ പങ്കുചേരാൻ വിളിക്കപ്പെട്ടവരാണല്ലോ ഞങ്ങൾ. അങ്ങയുടെ ദൈവരാജ്യ ശുശ്രൂഷയുടെ രഹസ്യങ്ങൾ തിരിച്ചറിയുവാൻ ഈ വേദിയിൽ അങ്ങ് ഞങ്ങൾക്ക് അവസരം തരുന്നു. ഏശയ്യാ 24 ഞങ്ങൾ വായിക്കുന്നു, നിവാസികൾ നിമിത്തം അശുദ്ധമായി തീരുന്ന മണ്ണ്. അതിന് തിരിച്ച് ആ മണ്ണിൻ്റെ അശുദ്ധി നിമിത്തം നിവാസികൾ ദഹിച്ചു തീരുന്നു. ഒരു വീടിനെക്കുറിച്ച് ചില സഹോദരങ്ങൾ പങ്കുവച്ചിരിക്കുന്ന കൂടി ഞങ്ങൾ ശ്രദ്ധിക്കുകയായിരുന്നു. നിവാസികൾ ദുർമരണം, കൊലപാതകം, ആത്മഹത്യ ഇങ്ങനെയുള്ള പ്രവൃത്തി ചെയ്യുക വഴി വീടിൻ്റെ നന്മ നഷ്ടപ്പെട്ട് പിന്നീട് ആ വീട്ടിൽ താമസിക്കാൻ വന്ന വ്യക്തികൾ ആ തിന്മയുടെ സ്വാധീനത്തിൽ ദഹിച്ചു തീരുന്ന അവസ്ഥ, ഇട്ടിട്ട് പോകുന്നു, താമസിക്കാൻ പറ്റുന്നില്ല, കൊള്ളില്ലാത്ത വീട് എന്ന അവസ്ഥയിൽ ഉപേക്ഷിക്കപ്പെട്ട് കിടക്കുന്നു. അതിനെക്കുറിച്ച് പഠിക്കുന്ന ആ സഹോദരങ്ങൾ പറയുന്നു, കൊച്ചു ജീവികൾ, മൃഗങ്ങൾ തിരിച്ചറിയുന്നു അവിടെയുള്ള തിന്മയുടെ അന്തരീക്ഷം. മനുഷ്യനെ തിരിച്ചറിയാത്ത കൊണ്ട് ആ തിന്മയുടെ സ്വാധീനമേറ്റ് അവർ ഞെരുങ്ങുന്നു. നല്ല ദൈവമേ, ഞങ്ങൾക്ക് ഈ വെളിച്ചം ആത്മീയ അവബോധം നൽകുന്നു ഞങ്ങൾ നന്ദി പറയുന്നു. അങ്ങ് ഞങ്ങൾ കേൾപ്പിച്ചു തരിക്കുന്ന ഭവനങ്ങളെയും പറമ്പുകളെയും ജീവിത സാഹചര്യങ്ങൾ ഞങ്ങളുടെ പകരം തുറന്നുയർത്തുന്നു. അവിടെ പതിഞ്ഞിരിക്കാൻ സാധ്യതയുള്ള സകല തിന്മയുടെ തരംഗങ്ങളെയും അങ്ങയുടെ ശക്തമായ സാന്നിധ്യത്തിന് കീഴ്പ്പെടുത്തുവാനായിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഞങ്ങൾക്ക് ആവശ്യമായ ആത്മീയ വെളിച്ചവും കൃപാവര കരുത്ത് നൽകണമേ. പരിശുദ്ധാത്മ അഭിഷേകം നിറഞ്ഞ് ഞങ്ങൾ ചുറ്റു നടന്നതുപോലെ ഞങ്ങളുടെ വീട്ടിലും പരിസരത്തും ചുറ്റു നടന്നുകൊണ്ട് അവിടെയുള്ള സകല തിന്മകളെ കെടുത്തിയെടുക്കാനുള്ള ബോധ്യം ഞങ്ങൾക്ക് ലഭിക്കട്ടെ. കർത്താവായ ദൈവമേ, പരിശുദ്ധ കത്തോലിക്കാ സഭയിൽ എളിയ ദാസനം കനിഞ്ഞു നൽകിയ ശുശ്രൂഷ പൗരോഗത്തിൻ്റെ അഭിഷേക അധികാരം അനുസരിച്ച് പാലാരൂപതയുടെ വാഗമൺ മൗണ്ടനുഭവ ധ്യാനകേന്ദ്രത്തിൻ്റെ നിയമനാധികാരം അനുസരിച്ചും അങ്ങയുടെ ദൈവരാജ്യ രഹസ്യങ്ങൾക്ക് ഈ സമയം ഉള്ളുതറവയോടെ ശിശുഭാവത്തോടെ കാതോർത്ത് ആ വെളിച്ചമനുസരിച്ച് പ്രവർത്തിക്കാനുള്ള ആഗ്രഹവും സന്നദ്ധതയുമായിട്ട് ഇപ്പോൾ ആയിരിക്കുന്ന അങ്ങയുടെ കുരിശൻ്റെ ആശീർവാദം സ്വീകരിക്കാനായിട്ട് ഈ മക്കളുടെ ജീവിതത്തിനും വീടിനും പറമ്പിനും സാഹചര്യങ്ങൾക്കും വേണ്ടി ആ സ്പർശം സ്വീകരിക്കാനായിട്ട് ആഗ്രഹിച്ചായിരിക്കുന്ന മക്കളുടെ മേൽ അങ്ങയുടെ നാമത്തിൽ വിശുദ്ധ കുരിശിൻ്റെ അടുത്ത് കരമുയർത്തിക്കുന്ന ദാസൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങയുടെ സ്പർശനം, പരിശുദ്ധാത്മ സാന്നിധ്യം ഈ മക്കളിലേക്ക് ഈ നിമിഷം ഈ ആശീർവാദം വഴി കടന്നു വരട്ടെ. കർത്താവ് ഈശോ മിശിഹായുടെ സമൃദ്ധമായ കൃപയും അനുഗ്രഹങ്ങളും പിതാവായ ദൈവത്തിൻ്റെ അവർണ്ണനീയമായ സ്നേഹവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ നിരന്തരമായ സാന്നിധ്യവാസവും സ്നേഹമുള്ളവരെ നാം ഓരോരുത്തരും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.